കേരളത്തിലെ പ്രാഥമിക സഹകരണ ബാങ്കുകൾ സർവ്വമേഖലയിലും കൂടുതൽ വളർച്ച കൈവരിച്ചതായുള്ള റിപ്പോർട്ട് ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ടത് കഴിഞ്ഞ കുറച്ചു കാലമായി ഈ ബാങ്കുകളെ വേട്ടയാടിയ കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെയാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 2024 സംസ്ഥാനത്ത് പ്രാഥമിക സഹകരണ ബാങ്കുകളെ തേടിയെത്തിയ ഉപയോക്താക്കളുടെ എണ്ണം കൂടിയെന്നും ഇവർ പറയുന്നു. സഹകരണ മേഖല കടുത്ത പ്രതിസന്ധിയിലാണെന്നും ചില ബാങ്കുകൾ പൂട്ടലിൻ്റെ വക്കിലാണെന്നുമുള്ള പ്രചരണം തെറ്റാണെന്ന് ഇത് തെളിയിക്കുന്നതെന്ന് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച എഡിറ്റോറിയൽ പറയുന്നു. ആധികാരികമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മാതൃഭൂമി പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് നിക്ഷേപങ്ങൾ വ്യാപകമായി പിൻവലിക്കുന്നുവെന്ന പ്രചരണത്തിനും അടിസ്ഥാനമില്ലെന്ന് വ്യക്തമായി. 20,721.79 കോടി രൂപയുടെ നിക്ഷേപ വർധനയാണ് 2024 ഉണ്ടായത്. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ ലാഭത്തിൽ പ്രവർത്തിക്കുന്നവയുടെ എണ്ണവും അവയുടെ ലാഭവും വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. നിക്ഷേപത്തിന് ആനുപാതികമായി നീക്കിയിരിപ്പും ഉറപ്പാക്കിയാണ് മേഖലയുടെ മുന്നേറ്റം. നഷ്ടത്തിലുള്ള ബാങ്കുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞത് പ്രോത്സാഹനജനകമായ വസ്തുതയാണ്. ഈ ഗണത്തിൽപ്പെട്ട 58 ബാങ്കുകൾ കഴിഞ്ഞ വർഷം ലാഭത്തിലായതും ചൂണ്ടിക്കാണിക്കുന്നു. ബാങ്കുകളിലെ അംഗങ്ങളുടെ എണ്ണത്തിലുണ്ടായ വലിയ വർധന കൂടുതൽ ആളുകൾ ഈ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നുവെന്നതിനും സഹകരണ പ്രസ്ഥാനങ്ങളിൽ വിശ്വാസമർപ്പിക്കുന്നുവെന്നതിനും തെളിവാണ്. പണയ വായ്പ പോലെയുള്ളവയ്ക്ക് സഹകരണ ബാങ്കുകൾ ഏറ്റവും നല്ല ആശ്രയമാണെന്ന വസ്തുതയാണ് സാധാരണക്കാരെ ആകർഷിക്കുന്നത്. അനായാസ ഇടപാടിനായി ലക്ഷക്കണക്കിന് പേരാണ് കഴിഞ്ഞ വർഷം സഹകരണ ബാങ്കുകളിലെത്തിയത്. അംഗങ്ങളുടെ എണ്ണത്തിൽ 31 ലക്ഷത്തിൻ്റെ വർധനയാണ് കഴിഞ്ഞ വർഷമുണ്ടായത്. പുതിയ കാലത്തിൻ്റെ ആവശ്യകതകൾ തിരിച്ചറിഞ്ഞ് കാർഷിക മേഖലയിലും കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിലും നൂതനങ്ങളായ ആശയങ്ങൾ നടപ്പാക്കിയ സഹകരണ വകുപ്പ് കാർഷിക മേഖലയിലെ ഇടപെടലുകളിലും നേട്ടമാണ് സ്വന്തമാക്കിയത്. നെല്ല് സംഭരണത്തിൽ കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചിരിക്കുന്ന കാപ്കോസ്, പാപ്കോസ് സംരംഭങ്ങൾ രാസവളം ഡിപ്പോയിലൂടെയുള്ള വിൽപ്പന, കാർഷികോൽപ്പന്ന വിൽപ്പന, സ്വന്തമായി ഗോഡൗൺ ഉള്ളവ വാടകയ്ക്ക് ഗോഡൗൺ എടുത്ത് കർഷകരെ സഹായിച്ച സംഘങ്ങൾ എന്നിങ്ങനെ എല്ലാ രംഗത്തും ഫലപ്രദമായ ഇടപെടലാണ് സഹകരണ പ്രസ്ഥാനം വരുത്തിയതെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം പറയുന്നത്. സഹകരണ വകുപ്പിൻ്റെയും ഇടത് സർക്കാരിൻ്റെയും നേട്ടമായി മാറുകയാണ് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന നേട്ടങ്ങളുടെ കണക്ക്. കേന്ദ്രത്തിൻ്റെ എല്ലാ എതിർപ്പുകളെയും മറികടന്ന് പ്രതിരോധം തീർത്താണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നേട്ടമെന്നതും നാടിന് അഭിമാനം നൽകുന്നു.